വിദ്യാർത്ഥികൾ മയക്കുമരുന്നിൽ മുങ്ങിയിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലത്തെ കോളേജിലെ കഞ്ചാവ് വേട്ട. കോളേജ് ഹോസ്റ്റലിലെ ഇത്തരത്തിൽ ഇങ്ങനെ നമ്മുടെ കോളേജിലടക്കം ഇങ്ങനെ ഒരു വിപണനം വ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ ആ ഒരു ഇത് കഞ്ചാവ് അവർ കണ്ടുപിടിച്ചപ്പോൾ തന്നെ SFI നേതാവ് കൂടി അതിനകത്തുണ്ടായിരുന്നു. കോളേജ് യൂണിയൻ സെക്രട്ടറി കൂടിയാണ്. ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പം കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃക കാട്ടേണ്ടുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇത്തരത്തിൽ നമ്മളുടെ കേരള സംസ്ഥാനം എങ്ങോട്ടേക്കാണ് പോകുന്നത്? കൊളംബിയ ഡ്രഗ് മാഫിയയുടെ കേന്ദ്രമായ, കാർട്ടലുകളുടെ കേന്ദ്രമായ കൊളംബിയ, അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു വിധാനത്തിലേക്കാണ് പോകുന്നത്. രഞ്ജിനി ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. SFIയുടെ കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. അതായത് യൂണിവേഴ്സിറ്റി കൗൺസിൽ, യൂണിവേഴ്സിറ്റി ഉണ്ടാവില്ല അവർക്ക്, പോളിടെക്നിക്, എങ്കിലും അവിടെ പോയി വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ള ആളാണ് കോളേജ് യൂണിയനിൽ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന ആൾ, അതിൻ്റെ വിധികർത്താവ്. കേരളത്തിൻ്റെ യുവ ജനതയുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ ഭാവി കരുപ്പിടിപ്പിക്കേണ്ട ആൾ, മാതൃകയാവേണ്ട ആൾ. അങ്ങനെ ഒരാളാണ് ഈ ഡ്രഗ് കാർട്ടലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എന്നിട്ടോ അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും കോളേജിലെ മറ്റു ഭാരവാഹികളിൽ നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒരു കോളേജിൽ SFI ഉണ്ടെങ്കിൽ ആ SFIക്കെതിരെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു വാക്ക് പറയാൻ, അതിനെതിരെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പോലും പേടിയാണ് വിദ്യാർത്ഥികൾക്ക്. കാരണം അത്ര രൂക്ഷമാണ് അവരുടെ പ്രതികരണങ്ങൾ. പൂക്കോട് വെറ്റിനറി കോളേജിൽ നമ്മളത് കണ്ടതാണ്. ഒരു SFIക്കാരൻ അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ മറ്റൊരാൾ എതിർത്ത് ശബ്ദിക്കരുത്, തിരുവായിക്കെതിർ ഇല്ല എന്ന് നമ്മുടെ ഭരണത്തിൽ പിണറായി വിജയനെ പറ്റി പറയുന്നത് പോലെ തന്നെയാണ് SFIക്കാരുണ്ടെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ അവസ്ഥയും പ്രവർത്തനവും കേരളത്തിലെ ഏത് കലാലയങ്ങളിലും. ആ SFIക്കാരൻ തന്നെ ഗവൺമെൻറ് ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രഹരം ഏൽപ്പിക്കും എന്ന് പറയുമ്പോഴും താഴെത്തട്ടിൽ SFIക്കാരൻ അവിടെ ഇതിന് തെറ്റായ മാതൃക വിദ്യാർത്ഥികൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിൻ്റെ സഖാക്കൾ, പ്രിയ സഖാക്കൾ അദ്ദേഹത്തെ അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ റോളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ആ വഴിക്ക് തന്നെ, വിദ്യാർത്ഥികളെ ഇതിലെ എന്നാണ് അദ്ദേഹം പറയുന്നത്, വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കോളേജിനകത്ത് ഇങ്ങനെ ഇവിടെ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ അവിടുത്തെ ചെയർപേഴ്സൺ ഇതിന് സഹായം നൽകുന്ന ഉദാഹരണങ്ങൾ ആരോപണമായിട്ടാണെങ്കിലും അടൂറിൽ നിന്ന് വന്നു കഴിഞ്ഞു. അതുപോലെ സിനിമാ നടന്മാർ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ബഹുജന മാധ്യമം എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയിലെ നടന്മാർ അവരൊക്കെ ഇതിൻ്റെ അഡിക്റ്റുകളായി കഴിയുമ്പോൾ അവരുടെ കുട്ടികൾ പോലും അഡിക്റ്റുകളായി എന്ന് പരസ്യമായിട്ട് പറയേണ്ടി വരുന്നു. ഇതിനിടെ വേട്ടയാടുന്നതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ നിയമപാലകർ, അതായത് പോലീസ്, ഗവൺമെൻറ്റിൻ്റെ ആ മെഷീനറി, അതിൻ്റെ ആൾക്കാരുടെ മക്കൾ പോലും ഇതിന് അടിമകളാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ വർഷാവർഷം നടത്താൻ ഉള്ള ന്യൂ ഇയർ പാർട്ടി ഇത് സർവ്വസാധാരണമാണ്. കടലിനുള്ളിലേക്ക് പോയി പോലീസിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗോപ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ മുംബൈയിൽ ഒരു മഹാനടൻ്റെ മകൻ ഷാരൂഖ് ഖാൻ, അല്ലേ, ഷാരൂഖ് ഖാൻ്റെ മകൻ കപ്പലിൽ പോയിരിക്കുന്നു. കപ്പലിൽ പോയതിന് അദ്ദേഹം മർച്ചൻ്റ് നേവിയുടെ ഭാഗമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായതുകൊണ്ടുമല്ല, ഡ്രഗ് അഡിക്റ്റുകളായ കൂട്ടുകാരോട് പോകാൻ പോയത്. ഡ്രഗ് അഡിക്റ്റുകളായ അതൊരു തന്നെ ഒരു സാഹചര്യ തെളിവാണ്. അദ്ദേഹം ഇതിൻ്റെ ഭാഗമാണ്. കാരണം ഷാരൂഖ് ഖാൻ്റെ പണത്തിന് പഞ്ഞമുണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ ഈ മയക്കുമരുന്നുകൾ, ഇതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയത്തില്ലേ വാസ്തവത്തിൽ, അത് വാങ്ങി കഴിക്കാനുള്ള പണം അദ്ദേഹത്തിനുണ്ട്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്തും, അത് ലഭ്യവുമാണ്. അങ്ങനെ പോയ ആളിനെ പിടികൂടിയ നാർക്കോട്ടിക് കൺട്രോളിൻ്റെ IASകാരനും ദളിതനുമായ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ഗവൺമെൻറ് പ്രതികരിച്ചത്. ഗവൺമെൻറ്റിന് പോലും പേടിയാണ് ഈ മഹാനടന്മാരെ. അത്തരം മാതൃകകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു MLA, വളരെ പൊതുജനങ്ങളുമായിട്ട് ബന്ധമുള്ള, ജനകീയ പക്ഷത്ത് നിൽക്കുന്ന, ഇടതുപക്ഷം ചേർന്ന് പോകുന്ന ഒരു MLAയുടെ മകൻ ഇതിൽ പ്രതിയായപ്പോൾ പത്രക്കാർക്കെതിരെയാണ് ചന്ദ്രഹാസമിളക്കിയത്, സ്വന്തം മകനെതിരെയല്ല. അദ്ദേഹം ഡ്രഗ് കയ്യിൽ വെച്ച്, ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ ഡ്രഗ് കയ്യിൽ ഉണ്ടായിരുന്നില്ല.
അതിന് കടക്കുണ്ട്. 30 ഗ്രാമിൽ കൂടുതൽ ഡ്രഗ് കയ്യിലുണ്ടെങ്കിലേ പിടിക്കും. എന്ത് സാങ്കേതികത്വമാണ്! ഇതിൻ്റെ കമ്പനിയിൽ കൂടിപ്പോയാലും പിടിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നാളെ അവനും ഇതിന് അഡിക്റ്റായിട്ട് തീരും. അവനെ നമ്മൾ രക്ഷിക്കണം. അതെ, 1-2 സംഭവങ്ങൾ, കൊലപാതകം ഉൾപ്പെടെയുള്ള 1-2 സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയവും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ ഡ്രഗ്സ് വേട്ട എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നു. ഇത് എങ്ങും എത്തുന്നില്ല. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. പല സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഭരണാധികാരികൾക്ക് ഒരു ഊർജം വരുന്നത്. അത് കുറച്ച് നാളത്തേക്ക് വീണ്ടും പഴയതുപോലെ തന്നെ തദൈവ. അതെ, ഞാനീ പറഞ്ഞ ഈ കായംകുളത്തെ MLA കാര്യത്തിൽ ഇത് കണ്ടുപിടിച്ച 2 പേര്, എനിക്ക് തോന്നുന്നു, ഒന്ന് സർക്കിൾ ഇൻസ്പെക്ടറും അതുപോലെ മറ്റൊന്ന് സാധാരണപ്പെട്ട ഒരു പോലീസുകാരനും, 2 പേരെയും സ്ഥലം മാറ്റിക്കൊണ്ട് അപമാനിച്ചുകൊണ്ടാണ് അവർക്ക് അവാർഡ് ഇതിന് നൽകിയത്. പിടിക്കപ്പെടുന്നവർ നാളെ ഈ രാഷ്ട്രീയക്കാരുടെ മക്കളെ പിടിക്കുമോ? സിനിമാ നടന്മാരുടെ മക്കളെ പിടിക്കുമോ? ഇല്ല. അവരുടെ മക്കൾ തന്നെയാണ് വ്യാപകമായിട്ട് പേടിയില്ലാതെ ഇതിൽ മുഴുകിയിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ പെടുന്നത്. സാധാരണ കുടുംബങ്ങളാണ് ഇതിൽ പെടുന്നത്. അവരെ അറസ്റ്റ് ചെയ്യും, അവരുടെ ജീവിതം പോവും, നശിപ്പിച്ച് കളയും. ഇവരൊക്കെ സുരക്ഷിതരായിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വൻതോതിൽ ഡ്രഗിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്ന ഒരു സ്ഥലം, അതുകൊണ്ടാണ് സ്ത്രീ പീഡനങ്ങൾ പോലും വൻതോതിൽ ഉണ്ടാവുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞ സിനിമാ സെറ്റുകളോടനുബന്ധിച്ചുള്ള ഹോട്ടലുകൾ, ഇവിടൊക്കെയാണ് വൻതോതിൽ ഈ ഡ്രഗിൻ്റെ ഉപഭോഗം നടന്നിരുന്നത്. അതിൻ്റെ മറവിലാണ് ഈ ഡ്രഗ് എന്ന് കഴിച്ചാൽ മനുഷ്യനെ മദ്യം പോലെയല്ല, അതിലും 10 മടങ്ങ് വീര്യമുള്ളവനും മൃഗീയ ശക്തിയുള്ളവനുമാക്കി മനുഷ്യനെ മാറ്റുകയാണ്. അബോധാവസ്ഥയിലേക്കും കൊണ്ടുപോകാൻ പറ്റും സ്ത്രീജനങ്ങളെ. ആ അബോധാവസ്ഥകളിൽ പെണ്ണുങ്ങളെ വഞ്ചിക്കുകയും ചതിക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്കിടയാക്കുകയും അതിൻ്റെ വീഡിയോകൾ ശേഖരിച്ച് വയ്ക്കുകയും ചെയ്തുകൊണ്ട് വൻതോതിൽ സ്ത്രീജനങ്ങൾ ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. അതിൻ്റെ കഥകളൊക്കെ അവർ വനിതയായ ഒരു ജഡ്ജിയോട് പറയുകയുണ്ടായി, അന്വേഷണ കമ്മീഷനിൽ വന്ന. പക്ഷേ പിൽക്കാലത്തിൻ്റെ മാനഭയം ഓർത്തുകൊണ്ട് അവരോരോരുത്തരായിട്ട് പിൻവാങ്ങിക്കൊണ്ട് ആ മഹാനടന്മാർ ഈ ക്രൂരമായ ബലാത്സംഗത്തിന് ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചോറും ധൈര്യം കഴിച്ചുകൊണ്ട് അതിന് പ്രകൃതി വിരുദ്ധമെന്ന് പറയുകയും പ്രകൃതി വിരുദ്ധ കേളികൾ ഏർപ്പെടുത്തുകയും ചെയ്ത മഹാനടന്മാർ പോലും വില്ലൻ വേഷങ്ങൾ കെട്ടുന്ന ആൾ തന്നെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീഡനത്തിൻ്റെ പിന്നിൽ ഒരു നടൻ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ MLA ആക്കി വെച്ചിരിക്കുന്ന പാർട്ടി അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ന്യായീകരണം ഉതിർക്കുകയും ചെയ്തു. ഇതാണ് കേരളത്തിലെ സംഭവം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഡ്രഗിനോട് ഫൈറ്റ് ചെയ്യുക? സന്ധിയില്ലാത്ത സമരമാണ് വേണ്ടത്. CPM എപ്പോഴും പറയാണ്ട് കോൺഗ്രസ് നിങ്ങൾ RSSനോട് മൃദു സമീപനം കൈക്കൊള്ളുന്നു, ഹിന്ദുത്വത്തോട് മൃദു സമീപനം കൈക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ശരി, നിങ്ങൾ എന്തിനാണ് ഈ ഡ്രഗിനോട് മൃദു സമീപനം കൈക്കൊള്ളുന്നത്? ഇതാണ് ചോദ്യം. CPM നിങ്ങൾ എന്തിനാണ് ഈ മയക്കുമരുന്ന് മാഫിയയോട് മൃദു സമീപനം കൈക്കൊള്ളുന്നത്? മുകേഷിനെ ന്യായീകരിക്കുക വഴി, അതുപോലെ നിങ്ങളുടെ MLA ന്യായീകരിക്കുക വഴി, അവർ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ സ്ഥാനചലനം നടത്തുക വഴി നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റായ മാതൃകകളാണ്. അങ്ങനൊരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ നമ്മൾ കൊളംബിയയിലേക്ക് നമ്മളുടെ ദൂരം, സഞ്ചാരപഥത്തിൻ്റെ ദൂരമെന്ന് പറയുന്നത് തുലവും കുറവാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ അടുത്ത തലമുറയെ മുഴുവൻ അങ്ങ് രക്ഷിക്കും എന്നുള്ള നയരേഖകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മുതലാളിത്തവാദ സ്വീകരിച്ചായാലും വിദേശ സർവകലാശാലകൾ കൊണ്ടുവന്നായാലും. പക്ഷേ ആ തലമുറ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഈ നയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ അങ്ങനൊരു തലമുറ ഇവിടെ ഉണ്ടാവുകയില്ല. നമ്മളിപ്പോൾ കളമശ്ശേരി കോളേജിൽ കണ്ടതുപോലെ പാക്കറ്റിലാക്കി അടുക്കി വെക്കുകയാണ് ഓരോരുത്തർക്ക് കൊടുക്കാൻ. എത്ര പേരാണിത് ഉപയോഗിക്കുന്നത്? ദൈവമേ, നമ്മുടെ കുടുംബശ്രീയുടെ ആൾക്കാർ തയ്യാറാക്കി വെക്കുന്ന പൊതിച്ചോറുണ്ടല്ലോ, ആ പൊതിച്ചോറിനേക്കാൾ കൂടുതൽ ഉപഭോക്താക്കളാണ് ഈ കളമശ്ശേരി കോളേജിൽ തന്നെ. നമ്മൾ കാണുന്നത് ശരിക്കും മഞ്ഞുകട്ടയുടെ ഒരു ഉപരിതലം മാത്രമാണ്. അതുപോലെ എത്ര പേരാണിത് ഉപയോഗിക്കുന്നത്? ഇത്ര വലുതാണിതിൻ്റെ വലയം. പിടിക്കപ്പെട്ടാൽ അവരെപ്പറ്റി ഒരു വിവരം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവരുടെ വൻപട വീട്ടിൽ വരെ കയറി ഭീകരമായ വേട്ടകൾ നടത്തുകയാണ്, ആക്രമണങ്ങൾ നടത്തുകയാണ്. എന്തൊരു കാലത്തും എന്തൊരു ലോകത്തുമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സിനിമയും സോഷ്യൽ മീഡിയ മാത്രമല്ല യുവതലമുറയെ സ്വാധീനിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ ഇൻസ്പിറേഷനും ഈ യുവതലമുറയെ സ്വാധീനിക്കാറുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് SFI പ്രവർത്തകനെ ഇന്നലെ പിടിച്ചു എന്നുള്ളത്. അപ്പൊ SFI എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികളുടെ ഇടയിൽ ഒരു വികാരമാണ്. പല വിദ്യാർത്ഥികൾക്കും, കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു വികാരമാണ്. ഈ വികാരമാണ് ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനെ ഉരുവാക്കുന്നത്. പക്ഷെ ആ വികാരത്തിൽ നിന്നുകൊണ്ട് കഞ്ചാവിലേക്കും ഡ്രഗിലേക്കും നയിച്ചു ഇന്നത്തെ യുവതലമുറ എവിടേക്കായിരിക്കും എത്തുന്നത്? സോഷ്യൽ മീഡിയയും സെൻസർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കില്ലേ?
കൊളംബിയയിലേക്ക് തന്നെയാണ് നമ്മുടെ പോക്ക്. ആദ്യം ഞാൻ പറഞ്ഞത് തന്നെ, അവിടെ ഉറച്ചു നിൽക്കുന്നു. കൊളംബിയയിലേക്കാണ് ഇവർ നമ്മളെ ആട്ടിപ്പായിച്ചു കൊണ്ടുപോകുന്നത്. ആട്ടിപ്പായിച്ചു കൊണ്ട് പോകുന്നത് കൊളംബിയയിലേക്കാണ്, സംശയമില്ല.